സാവിത്രിഭായ് ഫൂലെയെക്കുറിച്ചും അംബേദ്കറിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി. കർണാടകയിൽ കോൺഗ്രസ് മന്ത്രി സംഭവം അവന് സോഴ്സ് തരാം, വെറുതെ പറയുന്ന ശീലം എനിക്കില്ല. ഈ ഹെഡ് ഗവാറിനെ കുറിച്ചും ഗോൾവർക്കറെ കുറിച്ചുള്ളത് ഒഴിവാക്കി. സാവിത്രിഭായ് ഫൂലെയെക്കുറിച്ചും പിന്നെന്താണ് അംബേദ്കറെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ചേർത്ത് അവിടുത്തെ പാഠപുസ്തകങ്ങൾ ശുദ്ധീകരിക്കേണ്ടി വന്നു. എന്നാൽ അവർക്ക് പിന്മാറാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പറഞ്ഞല്ലോ എപ്പോഴെങ്കിലും പിന്മാറാമെന്ന്. ആ കരാറിന്റെ അവസാനം എവിടെ ഒഴിവാക്കിയില്ലെന്ന് ചുമ്മാ റജി ലൂക്കോസ് പറഞ്ഞാൽ മതി, എൻ്റെ രേഖയുണ്ടെന്ന് ഞാൻ കാണിക്കാം. അവിടെ ഒഴിവാക്കി. കർണാടകയിൽ അവിടുത്തെ പാഠപുസ്തകം സമ്പൂർണ്ണമായും അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ശുദ്ധീകരിച്ചു. ഇനി നിങ്ങളിപ്പോ ചെയ്തു വെക്കുന്ന അപകടം എന്താണെന്നറിയോ? ഇത് വലിയ തർക്കത്തിലേക്ക് പോവാ ജിംസെ. അടുത്ത കരിക്കുലം വർഷം ഇപ്പൊ ഒരു പാഠപുസ്തകം അച്ചടിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഈ കേരളത്തിലെ ഗവൺമെന്റ് ഞാൻ അങ്ങോട്ട് പറയുന്ന കേൾക്കുന്നേ, ഞാൻ അങ്ങോട്ട് പറയാം. അത് കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്നത്. ഞാൻ പറയാം അജിംസ്, ഇതിന്റെ വെല്ലുവിളി അടുത്ത വർഷം ഒരു ഇൻഡാസ് ഇങ്ങോട്ട് വരും. നിങ്ങൾ പാഠപുസ്തകം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി പരിഗണിക്കാതെ പാഠപുസ്തകം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ പിണറായി പറയുന്നത് നടപ്പില്ല. 2000 കോടി റെഡിയാണ്. അപ്പോൾ എന്നാ ചേർക്കേണ്ട ഇങ്ങോട്ട് തന്നോളൂ, ഞങ്ങൾ ചേർത്തോളാം എന്ന് പറഞ്ഞ് ചേർക്കാൻ ഒരു മടിയുമില്ല എന്നിവർ തെളിയാക്കി. കിട്ടാനുള്ള കുടിശ്ശികയുടെ കണക്ക് കേൾക്കുമ്പോൾ എനിക്ക് ബേജാറ് കൂടുക. കാരണം അതിൽ നിന്ന് ഒരു 2000 കോടി മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ട് എന്നാൽ നമുക്ക് ഈ പൗരത്വ നിയമവും ഈ പറയുന്ന RSSന്റെ ബാക്കി എല്ലാ പരിപാടികളും കൂടി നടപ്പാക്കിയാലോ എന്ന് ചോദിച്ചാൽ 2 കൈയും നീട്ടി 2000 കോടിയും വാങ്ങി RSSന് കേരളത്തെ വിട്ടുകൊടുക്കാൻ മടിയില്ലാത്ത ആളാണ് താനെന്ന് കോൺഗ്രസിനെ, പാർട്ടി കേന്ദ്ര കമ്മിറ്റിയെ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ, 5 പതിറ്റാണ്ടായി കൂടെ നിൽക്കുന്ന ഘടകകക്ഷിയെ ഒരു ഉളുപ്പുമില്ലാതെ ചതിച്ചിട്ട് ശിവൻകുട്ടിയെ പറഞ്ഞു വിട്ട് ഈ കരാർ ഒപ്പിച്ചിട്ട് സാക്ഷാൽ പിണറായി വിജയൻ ചെയ്യും എന്ന യാഥാർത്ഥ്യം ഇപ്പൊ കേരളത്തിന്റെ മുൻപിലുണ്ട്. അതിന് മറികടക്കാൻ ഈ അശോക് ഗെഹ്ലോട്ടും കർണാടകയൊന്നും മതിയാവില്ല എന്ന സൽബുദ്ധി യഥാർത്ഥ സഹയാത്ര എന്ന് പറയാനാണ് ഞാൻ